മോദിജി അടുത്ത ദിവസം പറഞ്ഞ പോലെ 22-ാം തീയതി നടന്ന സംഭവത്തിൽ 22 മിനിറ്റ് കൊണ്ട് മറുപടി കൊടുത്തു. ന്യൂക്ലിയർ ഹെഡ്സ് കയ്യിലുണ്ടെങ്കിൽ പോലും അത് പ്രയോഗിക്കാൻ കരുത്തും ശേഷിയുമുള്ളൊരു ശക്തിയായി പാകിസ്ഥാനെ ഇനി കരുതേണ്ടതില്ല എന്നാണ് ടോം കൂപ്പർ പറഞ്ഞത്. ചൈന എത്ര പരിശ്രമിച്ചാലും ഒരു കടലാസ് പുലിയാണെന്നുള്ള കാര്യവും ലോകത്തിന് മുമ്പിൽ ക്ലിയറായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴത്തെ ഫെയിൽഡ് മാർഷൽ ജനറൽ മുനീർ ആരോട് സംസാരിക്കുന്നു, ഏത് ഗേൾഫ്രണ്ടിനെ കാണുന്നു, അത് മറിയമാണോ മറ്റാരെങ്കിലും ആണോ, അവരിട്ടിരിക്കുന്ന ഡ്രസ് എന്താണ്, ഈ വിവരം മുഴുവൻ ചൈനയിൽ നിന്ന് ആർക്കറിയാം. നമസ്കാരം. പെഹൽഗാം കൂട്ടക്കൊലയ്ക്ക് ശേഷം ഭാരതം പാകിസ്ഥാനെതിരെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ എടുത്ത സൈനിക ശിക്ഷണ നടപടി, യഥാർത്ഥത്തിൽ ആ നടപടി ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. അതിനൊരു താൽക്കാലിക വിരാമം മാത്രമാണ് ഭാരതം നൽകിയിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ചും അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും നമ്മളുടെ സാമൂഹിക മാധ്യമങ്ങളിലും അല്ലാതെയുള്ള മാധ്യമരംഗത്തും രാഷ്ട്രീയ രംഗത്തും ഒക്കെ ചർച്ചകൾ കൊഴുക്കുകയാണ്. പക്ഷേ ഈ ചർച്ചകളിലൊക്കെ കാര്യമായി പറയാത്ത ഒരു വിഷയം പാകിസ്ഥാൻ്റെ പിന്നിൽ നിൽക്കുന്ന, പാകിസ്ഥാനെ സഹായിക്കുന്ന ചൈനയുടെ പങ്കിനെക്കുറിച്ചാണ്. ഇന്ന് ശ്രീ രാജശേഖരൻജിയോടൊപ്പം സീക്കിംഗ് ദ ട്രൂത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയവും അതാണ്. ഓപ്പറേഷൻ സിന്ദൂറിൽ യഥാർത്ഥത്തിൽ ചൈനയുടെ പങ്കെന്ത്? എന്താണ് ചൈനയ്ക്കുണ്ടായ നഷ്ടം? എന്തുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ വെടിനിർത്തലിലേക്ക് പോയത്? രാജശേഖരൻജി നമസ്കാരം. ഈ പരിപാടിയിലേക്ക് ഞാൻ ഓൾറെഡി അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു കഴിഞ്ഞു. യഥാർത്ഥത്തിൽ ചൈനയ്ക്ക് ഈ പറയുന്ന ഭാരതവും പാകിസ്ഥാനും തമ്മിലുണ്ടായ ഒരു ഏറ്റുമുട്ടൽ എന്ന നിലയിലാണ് ഇതിനെ ലോകം കാണുന്നത്. ചൈനയ്ക്ക് എന്താണ് ഇതിലെ പങ്ക്? അത് പറഞ്ഞു തുടങ്ങുമ്പോൾ ഈ പഹൽഗാം സംഭവത്തിന് ശേഷം ഓപ്പറേഷൻ തുടങ്ങുന്നതിന് മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ ഒരു സൂചനയുണ്ട്. നമ്മുടെ ലക്ഷ്യം വളരെ വലുതാണ്, വിപുലമാണ്, സമയം വളരെ കുറച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതിനകത്ത് ഒരു പക്ഷേ പഹൽഗാമിലെ കാര്യത്തിന് പാകിസ്ഥാൻ ഒരു തിരിച്ചടി എന്ന് മാത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ അത്ര വലിയൊരു ലക്ഷ്യമായിട്ട് പറയാനുണ്ടോ? ഇല്ല. അത് നമ്മൾ 2 പ്രാവശ്യം കാട്ടിക്കൊടുത്തതാണ്. എയർ സ്ട്രൈക്കിലും മറ്റേ സർജിക്കൽ സ്ട്രൈക്കിലും കാണിച്ചു കൊടുത്തതാണ്. പക്ഷെ അത് എന്തായിരുന്നു ആ ലക്ഷ്യം നേടിയോ എന്ന് നോക്കുന്നിടത്താണ് ഈ പറഞ്ഞ സീസ് ഫയർ അല്ല, ഒന്ന് പോസ് ചെയ്തിട്ടേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ വിഷയം ഒപ്പം തന്നെ ചൈനയുടെ പ്രാധാന്യം വരുന്നത്. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ മറുപടി എന്ന് പറയുന്നത് ഈ പാക് ഭാരത സംഘർഷം അത് ലോകത്തിന് 2 നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ലോകോപകാരപ്രദമായ 2 നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് ടോം കൂപ്പർ എന്ന് പറയുന്ന അന്തർദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെട്ട രണതന്ത്ര സ്ട്രാറ്റജിക് എക്സ്പെർട്ട്, രണതന്ത്ര വിദഗ്ധൻ പറയുന്നൊരു കാര്യമുണ്ട്. അത് മെയ് 10 ശേഷം 2025 മെയ് 10 ശേഷം പാകിസ്ഥാനെ ഒരു ആണവ ശക്തി എന്ന് പറയാൻ കഴിയില്ല. വിശദവിവരങ്ങളിലേക്ക് നമുക്ക് വരാം. അതായത് ന്യൂക്ലിയർ ഹെഡ്സ് കയ്യിലുണ്ടെങ്കിൽ പോലും അത് പ്രയോഗിക്കാൻ കരുത്തും ശേഷിയുമുള്ളൊരു ശക്തിയായി പാകിസ്ഥാനെ ഇനി കരുതേണ്ടതില്ല എന്നാണ് ടോം കൂപ്പർ പറഞ്ഞത്. ഒരു ഭാഗത്തത്. പിന്നെ ലോകത്തിന് പ്രാധാന്യമുള്ള രണ്ടാമത്തെ എന്ന് പറയുന്നത് ചൈന എത്ര പരിശ്രമിച്ചാലും ഒരു കടലാസ് പുലിയാണെന്നുള്ള കാര്യവും ലോകത്തിന് മുമ്പിൽ ക്ലിയറായി കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. ഭാരതവുമായി ഒരു ഏറ്റുമുട്ടലിന് പറ്റിയൊരു സമയമൊന്നും ആയിരുന്നില്ല ഇത് പാകിസ്ഥാനാണല്ലോ പ്രകോപനം ഉണ്ടാക്കിയത്. തീർച്ചയായിട്ടും ഭാരതത്തെ പ്രൊവോക്ക് ചെയ്ത് പഹൽഗാമിലെ ഭീകരവാദികളെ കൊണ്ടിങ്ങനെ ആക്രമണം നടത്തി ഭാരതത്തോടൊരു യുദ്ധം ചോദിച്ചു വാങ്ങിച്ചിട്ട് ഭാരതത്തെ എന്തെങ്കിലും ചെയ്തു കളയാം എന്ന് കരുതേണ്ട ഒരു അവസ്ഥയിലൊന്നും ആയിരുന്നില്ല പാകിസ്ഥാനിലെ സൈനിക മേധാവിക്ക് എക്സ്റ്റൻഷൻ കിട്ടാനാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു. അതൊക്കെ നിലനിൽക്കെ തന്നെ കൂടുതൽ സാധ്യതയുള്ള കാരണമെന്ന് പറയുന്നത്
ഈ കുട്ടിക്കൊരങ്ങിനെ കൊണ്ട് ചോറിട്ട് വാരിക്കുക എന്ന് പറയുന്നത് പോലെ ചൈന പാകിസ്ഥാനെ ഈ ഒരു അന്തരീക്ഷത്തിലേക്ക് തള്ളിവിട്ടു എന്നുള്ള സാധ്യത കൂടുതൽ. കാരണം ലോകത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിലെ ഭാരതത്തിൻ്റെ വളർച്ച, ചൈനയുടെ 3 ദശകങ്ങൾക്ക് ശേഷമുള്ള പിന്നോട്ട് പോക്ക്, അതുപോലെ തന്നെ അനുകൂല സാഹചര്യമായിട്ട് ബംഗ്ലാദേശിലെ പ്രശ്നം വന്നിരിക്കുന്നു. മണിപ്പൂരിലുണ്ടാക്കിയ പ്രശ്നങ്ങളും ബാക്കി നിൽക്കുന്നു. ഭാരതത്തിനുള്ളിലാണെങ്കിൽ ചൈനയ്ക്കും പാകിസ്ഥാനും ഒക്കെ നിങ്ങൾ ഇൻ്റലിജൻസുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അവരുടെ അസറ്റ്, അവരുടെ സമ്പത്ത് എന്ന് പറയാവുന്ന രാഹുലും നമ്മുടെ മലയാളിയായ MA ബേബിയും കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും എല്ലാം ആളിക്കത്താൻ വേണ്ടി അവസരം നോക്കി നിൽക്കുന്ന സാഹചര്യം. ഇതെല്ലാം കൂടെ ഉള്ളപ്പോഴത്തേക്ക് പാകിസ്ഥാനെ കൊണ്ട്, ചൈന നേരിട്ടല്ല, പാകിസ്ഥാനുമായി ചേർന്നൊരു സംഘർഷം ആയാലത് ഭാരതത്തിൻ്റെ വളർച്ചയുടെ ഗതി കുറയ്ക്കുമെന്നും ഭാരതത്തെ പിടിച്ചു കെട്ടാനാകുമെന്നും ഒരു കണക്കുകൂട്ടൽ ചൈന നടത്തി. അത് തെറ്റായ കണക്കുകൂട്ടലാണെന്ന് വ്യക്തമാക്കുന്ന സാഹചര്യങ്ങൾ പിന്നെ വന്നത്. തീർച്ചയായിട്ടും അവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് തുടക്കം തൊട്ട് തന്നെ ഒരിക്കലും പാകിസ്ഥാനെ ഈ കാര്യം പറഞ്ഞ് വെറുതെ ഏൽപ്പിച്ച് കയ്യും കെട്ടി മാറിയിരിക്കുകയല്ല ചൈന ചെയ്തത്. പഹൽഗാമിലെ ഭീകരവാദികളുടെ കയ്യിലിരുന്ന ആയുധങ്ങൾ, അവരുടെ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ്, ഇതൊക്കെ ചൈന പ്രൊവൈഡ് ചെയ്തതാണെന്ന്, ചൈനീസ് ഉപകരണങ്ങളാണെന്നുള്ളതിന് ഇപ്പം തെളിവ് വന്നിട്ടുണ്ട്. അതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആദ്യത്തെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞപ്പം, ആ ഭീകര കേന്ദ്രങ്ങളെ ആക്രമിച്ചു കഴിഞ്ഞപ്പം ഭാരതം കൃത്യമായ സന്ദേശം കൊടുത്തു. ഭീകര കേന്ദ്രങ്ങളെ ആക്രമിച്ചിരിക്കുന്നു, ഇവിടെ വേണമെങ്കിൽ നിർത്താം, ഓപ്ഷൻ ഈസ് യുവേഴ്സ്. പാകിസ്ഥാൻ അങ്ങനെ പാകിസ്ഥാനെ അറിയിച്ചതിനെയാണ് രാഹുലും പവൻ ഖേരിയൊക്കെ മണ്ടത്തരം പറയുന്നത്, ഓപ്പറേഷൻ മുമ്പ് അറിയിച്ചു എന്ന് പറയുന്നത്. അത് വളരെ എവിഡൻ്റ് ആണ്. അങ്ങനെയല്ല എന്നുള്ള കാര്യം നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. എങ്കിലും കൃത്യമായി അറിയിച്ചു കഴിഞ്ഞു. ഞങ്ങളുടെ ടാർഗറ്റഡ് 9 ടാർഗറ്റ് ഞങ്ങൾ തീർത്തു. അത് എത്ര നേരമാണ് മോദിജി അടുത്ത ദിവസം പറഞ്ഞ പോലെ 22-ാം തീയതി നടന്ന സംഭവത്തിന് 22 മിനിറ്റ് കൊണ്ട് മറുപടി കൊടുത്തു. അവിടെ എന്തെല്ലാം വളരെ എത്ര ഭംഗിയായിട്ടാണ് 47-ലധികം ആലോചനാ യോഗങ്ങൾ നടന്നു. എല്ലാം കഴിഞ്ഞ് ചെയ്ത സ്ട്രാറ്റജി ആണെങ്കിലോ ആദ്യം ചാണക്യൻ്റെ തന്ത്രമാണ്, സ്ട്രാറ്റജിക്ക് ഡിലേ, അതായത് താമസിപ്പിച്ചിട്ട് ശത്രുവിന് ഇനിയൊന്നും ഉണ്ടാവില്ല എന്നൊരു തോന്നൽ, ഒരുപക്ഷെ ഒന്നും ചെയ്തില്ലെങ്കിലും എന്നൊരു തോന്നൽ, അല്ലെങ്കിൽ എന്നാണ് സംഭവിക്കാൻ പോകുന്ന തരത്തിൽ ഉറക്കം നഷ്ടപ്പെടുന്ന അവസ്ഥ. രണ്ടാമതോ സ്ട്രാറ്റജിക് ഡിസപ്ഷൻ, തെറ്റിദ്ധാരണ. 7-ാം തീയതി ഇവിടെ നമ്മൾ എന്താ പറയുക, ട്രയൽ ഇത് മോക്ക് ഡ്രിൽ നടക്കാൻ പോകുന്നു. ആ മോക്ക് ഡ്രില്ലൊക്കെ അനൗൺസ് ചെയ്തിട്ട് ഇന്നും നടക്കത്തില്ല. ഈ തോന്നൽ കൊടുത്തിട്ട് അത് സംഭവിക്കുന്നതിന് മുന്നേ 6-ാം തീയതി രാത്രി 7-ാം തീയതി ആ രാത്രി സമയത്ത് 1:22 സ്റ്റാർട്ട് ചെയ്ത് 22 മിനിറ്റ് കൊണ്ട് അവസാനിച്ച ആ 9 ഇന്ത്യൻ ആക്രമണം ഉണ്ടാകുമെന്ന് ഏതാണ്ട് ഉറപ്പുള്ള സമയത്ത് പോലും പാകിസ്ഥാന് 135 കിലോമീറ്റർ അകത്ത് കയറി മിസൈൽ ഇട്ടിട്ടും പാകിസ്ഥാൻ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അതൊരു വലിയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അത് തന്നെ, അതാണ് പുതിയ നോൺ കോണ്ടാക്ട് വാർഫെയർ എന്ന് പറയുന്നത്. അത് ചെയ്തെന്ന് പറയുമ്പോൾ ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം, ഇത് കൃത്യമായും എൻ്റെ ആഗ്രഹവും ചിന്തയും വിശ്വാസവും ഒരിക്കലും ഇത് 22-ാം തീയതി ശേഷമായിരിക്കില്ല ഈ സംവിധാനം മുഴുവൻ ഉണ്ടാക്കിയത്. തീർച്ചയായിട്ടും അത് വളരെ കറക്റ്റ്. പാകിസ്ഥാനും ചൈനയും പോലെ 2 രാജ്യങ്ങൾ ശത്രുപക്ഷത്ത് നിൽക്കുമ്പം എന്നും ഒരു പ്രകോപനം ഉണ്ടാകുമെന്ന് കരുതിയിട്ട് പ്രധാനമന്ത്രിയും സർക്കാരും വർഷങ്ങളായി തുടർന്നു പോകുന്ന ആ സ്ട്രാറ്റജിക് ഡിഫൻസിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ഒരുക്കങ്ങളുടെ ഫലമാണ് ഈ 22 മിനിറ്റ് കൊണ്ട് ഈ പരിപാടി കഴിയും. താങ്കൾ പറയുന്നത് ഇങ്ങനെ ഒരു ഇപ്പം പഹൽഗാമിലല്ലെങ്കിലും ഇങ്ങനെ ഒരു പ്രകോപനം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും ഉണ്ടായാൽ തിരിച്ച് ചെയ്യേണ്ടത് എന്താണ് എന്നും നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരുന്നു എന്നാണോ? എന്ന് തന്നെയാണ്. സജ്ജമായിരുന്നു. പ്ലാനിങ് ഇപ്പോൾ അങ്ങേക്ക് അറിയാമല്ലോ. അവസാനത്തെ നിമിഷം പോലും ലാസ്റ്റ് 2 മണിക്കൂറിനുള്ളിലാണ് അജിത് ദോവൽ തന്നെ പ്ലാൻ മാറ്റിയെന്നാണ് പറഞ്ഞത്.
അതെ അതെ പ്ലാൻ മീൻസ് ടാർഗറ്റ് ആയിരിക്കും ഒരു പക്ഷേ. അതെ ആ ടാർഗറ്റുകൾ ഏതൊക്കെയാണെന്നുള്ള വിവരം അത് വളരെ വ്യക്തമാണ്. ആ ടാർഗറ്റുകൾ മാറ്റാനുള്ള കാരണം ഞാൻ നേരത്തെ നമ്മുടെ ഒരു RP തോട്ട്സിലും ഞാൻ പറഞ്ഞിരുന്നു, അത് കൃത്യമായ ഇൻ്റലിജൻസ് ഇൻപുട്ടാണ്. അതായത് ഇവരെ ആക്രമിക്കുമെന്ന് ഉറപ്പുള്ള POKയിലെ മിക്കവാറും എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും ഈ ഭീകരവാദികളെ മാറ്റിയിരുന്നു. ആ മാറ്റിയ സ്ഥലത്താണ് രണ്ടാമത് ആക്രമണം നടന്നത്. മോസ്കിലൊന്നും ആക്രമിക്കുമെന്ന് വിചാരിച്ചില്ല. അതുകൊണ്ട് അതിൻ്റെ അടിത്തട്ടിൽ പോയിട്ടിരുന്ന ഒളിച്ചിരുന്ന ഈ തീവ്രവാദി നേതാക്കന്മാരുടെ 10ഓളം ഫാമിലിയും ഒക്കെയാണ് അവിടെ തീർന്നത്. അപ്പോൾ ഈ ഇൻപുട്ട് കിട്ടിയ ഇൻപുട്ട്, അതായത് ആ ഇൻ്റലിജൻസ് ഇൻപുട്ടിന് 6 മണിക്കൂറിൻ്റെ 7 മണിക്കൂറിൻ്റെ പഴക്കം പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് കൃത്യമായിട്ട് അത് ചെയ്യാൻ സാധിച്ചത്. അതൊരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്, ആവർത്തിച്ച് പറയേണ്ട കാര്യമാണ്. തീർച്ചയായും. അപ്പം അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് കൊടുത്ത സന്ദേശം എന്ന് പറയുന്നത് വി ഡിഡ് വാട്ട് വി ഇൻറ്റൻഡഡ് ടു ഡു. ഇതിൽ നമ്മുടെ സംഭാഷണം മുമ്പോട്ട് പോകുമ്പോൾ ഇതിലിപ്പോൾ പാകിസ്ഥാൻ്റെ ഉണ്ടായ തിരിച്ചടി, പാകിസ്ഥാൻ ലോകത്തിൻ്റെ മുമ്പിൽ നാണം കെട്ടുമെന്നുള്ളത് വളരെ കറക്റ്റാണ്. പക്ഷേ അതിലേക്ക് പോകുന്നതിന് മുമ്പ് അങ്ങ് തുടക്കത്തിൽ പറഞ്ഞ 2 വിഷയങ്ങളുണ്ട്. ഒന്ന്, ചൈന ഒരു കടലാസ് പുലിയാണ് എന്ന് തെളിയിക്കപ്പെട്ടു എന്ന് അങ്ങ് പറഞ്ഞു. അതൊന്ന് വിശദീകരിക്കും. അടുത്ത സബ്ജക്റ്റിൽ ഞാൻ പറഞ്ഞത് ഈ പഹൽഗാമിലെ ഭീകരവാദികൾക്ക് ഉപകരണങ്ങൾ കൊടുത്തോട് തന്നെ അടുത്ത ഘട്ടം വരേണ്ടത് പിന്നീട് ഓപ്പറേഷൻ സ്റ്റേജിലിട്ടാണ്. അതെ, അതിനുപയോഗിച്ചത് ചൈനയുടെ, ഞാൻ ഈ സാങ്കേതിക പദങ്ങൾ അതെ അതെ ഒന്ന് നോക്കിയിട്ട് പറയാം. ചൈനയുടെ JF-17 എന്നാണെന്ന് തോന്നില്ലേ, JF-17, അതുപോലെ CL-350, അതെ, ഇത്തരത്തിലുള്ള എയർക്രാഫ്റ്റും അയക്കേണ്ട ബാലിസ്റ്റിക് മിസൈൽസും എല്ലാം ഇവർക്ക് പ്രൊവൈഡ് ചെയ്തിരുന്നു. അതിനൊക്കെ അപ്പുറമായിട്ട് ഇപ്പം തുർക്കിയുടെ ഡ്രോൺസ് പോലെ ചൈനയും വേണ്ടത്ര ഉപകരണങ്ങൾ കൊടുത്തു കഴിഞ്ഞിരുന്നു. അത് 2 തരത്തിലും. ഒന്ന്, പാകിസ്ഥാൻ്റെ പ്രധാനപ്പെട്ട പ്രൊക്യൂർമെൻ്റ് അവിടെ നിന്നാണ്. അതെ, അതുകൂടാതെ ഈ ഓപ്പറേഷന് സ്പെസിഫിക് ആയിട്ടുള്ള യുദ്ധ സാമഗ്രികൾ വേണ്ടത്ര ചൈന കൊടുത്തു കഴിഞ്ഞിരുന്നു. അതെ, ഒരു ഭാഗം അത്. അതിലും ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ആ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും, എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ അല്ലെങ്കിൽ പോരാട്ടത്തിൽ, യുദ്ധമെന്ന് പറയാറായിട്ടില്ല, ആ പോരാട്ടത്തിൽ പങ്കെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള, ഒരുപക്ഷെ അനിവാര്യമായിട്ടുള്ളതാണെങ്കിൽ പോലും മാൻ പവറും ചൈന കൊടുത്തിരുന്നു. അതായത് ചൈനക്കാരനും ഈ യുദ്ധത്തിൽ പാകിസ്ഥാൻകാരൻ്റെ കൂടെ നിന്ന് ഈ പോരാട്ടത്തിൽ പങ്കെടുത്തു. ഭാരതത്തിലേക്ക് ആയുധങ്ങൾ അയക്കുന്നതിന്, ഭാരതത്തിലെ നിരപരാധികളെ കൊല്ലുന്നതിന്, സിവിലിയൻസിനെ കൊല്ലുന്നതിന് തയ്യാറായി എന്നുള്ളതാണ് സത്യം. അപ്പോൾ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമായി ചർച്ച ചെയ്യപ്പെടാത്ത ഒരു വിഷയമാണ്. അതിൽ 2 ചൈനക്കാർ, ഈ ടെക്നീഷ്യൻസ്, സാങ്കേതിക വിദഗ്ധർ മരിച്ചതിൻ്റെ രേഖ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതെ. ഇനി ആ കൂടെ ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും, അവരുടെ മിക്കവാറും എല്ലാ രാജ്യങ്ങളും, അത് പാകിസ്ഥാൻ്റെ സുഹൃത്ത് രാജ്യങ്ങൾ പോലും അവരുടെ സിറ്റിസൻസിന് ഉപദേശം കൊടുത്തു പാകിസ്ഥാനിൽ നിന്ന് ഒഴിഞ്ഞു പോയിക്കൊള്ളാൻ. അതെ, അവിടെ സാഹചര്യം മോശമായപ്പം. അതെ, കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതെ അതെ. സൗദി അറേബ്യയുടെ ഒരു സിവിലിയൻ എയർക്രാഫ്റ്റിനെ മറയാക്കി വെച്ചുകൊണ്ടല്ലേ മിസൈൽ ആക്രമണം നടത്തിയത്. അങ്ങനെ ഒരു രാജ്യം, അതെ, അവരെ ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അവരെല്ലാം കൊടുത്തെങ്കിലും ചൈന മാത്രം കൊടുത്തില്ല. ഇത് പറയുമ്പോൾ തീർച്ചയായും അങ്ങേക്ക് അറിയാവുന്നൊരു കാര്യത്തിലേക്ക് ഞാൻ ശ്രദ്ധ ക്ഷണിക്കുക. പാകിസ്ഥാനിൽ എത്ര ചൈനക്കാരിപ്പോൾ ഉണ്ടെന്നാണ് നമ്മുടെ പൊതുധാരണ? അവരുടെ പ്രോജക്റ്റുകളിൽ കുറേ ചൈനക്കാരുണ്ട്. 1 ലക്ഷം. 1 ലക്ഷം ഉണ്ട്. അത് പലതരത്തിലും സംഖ്യകൾ പറയുന്നുണ്ടെങ്കിൽ പോലും 1 ലക്ഷം എന്തായാലും ഉണ്ടാകും. പ്രദേശങ്ങളിലും അവരുടെ ഈ പറയുന്ന മറ്റേ ആ റോഡ് CEP, അതെ, അതിനുവേണ്ടി ചൈന പാക് എക്കണോമിക് കോറിഡോറിന് വേണ്ടിയുള്ള CEPC, അതിനുവേണ്ട പ്രവർത്തനങ്ങൾ, പിന്നെ ദുരൂഹമായ പല സൈനിക സംവിധാനങ്ങളുടെ ഡെവലപ്മെൻറ്റ്. എതിരെ പാകിസ്ഥാനിൽ അതാത് പ്രദേശത്തെ ജനങ്ങൾ ഈ ചൈനീസ് സാന്നിധ്യത്തിനെതിരെ അതുകൊണ്ടായിട്ടുണ്ട്. പക്ഷെ പ്രധാന കാര്യം എന്ന് പറയുന്നത് ശബ്ദം ഉയർത്തുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്നുണ്ട്. ചൈനക്കാർ പാകിസ്ഥാനികളെ കൊല്ലുന്നുണ്ട്, പാകിസ്ഥാനികൾ ചൈനക്കാരെയും കൊല്ലുന്നുണ്ട്. ഇനിയൊരു പക്ഷേ മലയാളി സമൂഹം അറിയാത്ത വേറെ കാര്യങ്ങൾ പറയാം. പാകിസ്ഥാനിൽ നിന്ന് ചൈനയിലേക്ക് ഇന്ന് കയറ്റി അയക്കുന്ന ഏറ്റവും വലിയ കയറ്റുമതി
ആ ഒരു വാക്ക് എനിക്ക് പറയാൻ പറ്റില്ല, സാധനം ഞാൻ പറയുക, പാകിസ്ഥാനിലെ പെൺകുട്ടികളാണ്. പാകിസ്ഥാനിലെ പെൺകുട്ടികൾ അത് അവിടുത്തെ ന്യൂനപക്ഷത്തിൻ്റെ ആവാം, അവിടുത്തെ ദളിതരുടെ ആവാം, ഒന്നുമില്ല ചോദിക്കാനും പറഞ്ഞ അകത്തിലെ പെണ്ണുങ്ങളെ വരെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി വേറെ ഒന്ന്, അവിടെ വന്ന് താമസിക്കുന്ന ചൈനക്കാർ അവിടെ വിവാഹവും ബന്ധങ്ങളും ഒക്കെ നടത്തി അങ്ങനെയും കുറച്ച് കാര്യം നടക്കുന്നുണ്ട്. ഇതൊക്കെ അവിടെ സംഘർഷത്തിനിടയാക്കുന്നുണ്ട്. അപ്പം ചൈനയുടെ സാന്നിധ്യം എന്ന് പറയുന്നത് ഒരു ചൈനീസ് കോളനിയായിട്ട് പാകിസ്ഥാൻ മാറിയിരിക്കുന്നു എന്നാണ് പൊതുവെ ഒരു ധാരണ. ഏതാണ്ട് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള സ്ഥലത്ത് ഞാൻ പറയാമെന്ന വിഷയം എന്ന് പറയുന്നത് ചൈന മാത്രം ആളുകൾ അവിടുന്ന് കാലിയാക്കി പോകാൻ ആവശ്യപ്പെട്ടിട്ടില്ല, എവാക്യുവേറ്റ് ചെയ്തില്ല. ഇങ്ങോട്ട് വരരുതെന്നും പറഞ്ഞില്ല, ഇവിടുന്ന് പോകരുതെന്നും പറഞ്ഞില്ല. അതെന്തായിരിക്കാം കാരണം? പക്ഷെ അത് കാരണം നിൽക്കട്ടെ, അതിന് ശേഷം ഉണ്ടായ സംഭവം കേൾക്കൂ, അതാണ് രസകരം. അതിനുശേഷം ചൈനയുടെയും പാകിസ്ഥാനിൻ്റെയും കൂട്ട ഉടമസ്ഥതയിലുള്ള ഉത്തരവാദിത്വത്തിലുള്ള പാക് സൈനിക കേന്ദ്രങ്ങളെ വരെ ആക്രമിച്ചു കഴിഞ്ഞപ്പം, അടി തെറ്റിയെന്ന് മനസ്സിലാക്കിയപ്പം ഇതേ ചൈന ആൾക്കാരെ അവരുടെ ആളുകളെയും അതിലും പ്രത്യേകിച്ച് അടിയന്തര പ്രാധാന്യമുള്ള പല മേഖലകളിലും ജോലി ചെയ്തിരുന്നവരെയും അടിയന്തരാവസ്ഥയുടെ രീതിയിലൂടെ അഫ്ഗാനിസ്ഥാൻ വഴി കാഠ്മണ്ഡു വഴി ചൈനയിലേക്ക് തിരിച്ചു കൊണ്ടുപോയെന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് ഒരുപക്ഷെ അറിയില്ല, ചർച്ച ചെയ്യപ്പെടാത്ത ഒരു വിഷയം. എന്തേ അങ്ങനെ കൊണ്ടുപോയത്? കാരണം ചൈന മനസ്സിലാക്കി ആ ഓപ്പറേഷൻ അത് പോസ് ചെയ്തെടുത്ത് അല്ലെ സീസ് ഫയർ ഉണ്ടായെടുത്ത് അവസാനിച്ചില്ലായിരുന്നുണ്ടെങ്കിൽ കാണെ ചൈനയുടെ ഇൻവോൾവ്മെൻറ്റ്, ആളുകളുടെ വരെ സാന്നിധ്യം ഇത് ലോകം അറിയുമായിരുന്നു. തീർച്ചയായിട്ടും. അങ്ങനെ അറിഞ്ഞു കഴിയുമ്പം രണ്ട് ആണവരാജ്യങ്ങളായ ചൈനയും പാകിസ്ഥാനും കൂടെ ചേർന്ന് നിന്നിട്ടും ഭാരതത്തിനെതിരെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള വിവരം പുറത്തേക്ക് വരുമായിരുന്നു. അത് ചൈനയ്ക്ക്, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ, ചൈന കേവലം കടലാസ് പുലിയാണെന്നും ചൈനയ്ക്ക് പാകിസ്ഥാൻ്റെ കൂടെ നിന്നാൽ പോലും ഭാരതത്തെ തളയ്ക്കാനാവില്ലെന്നും കൃത്യമായ സന്ദേശം ലോകത്തിന് കിട്ടുമായിരുന്നു. ഒപ്പം തന്നെ ചൈനീസ്, അത് നമ്മളൊന്നും ഇതന്നെ കണ്ടതാണ്, ഏതാ ചൈനീസ് സ്റ്റോക്ക് മാർക്കറ്റിൽ കണ്ടതാണ്. ചൈനീസ് ഈ ഉപകരണങ്ങളുടെ വില കുറയുന്നു, ആ കമ്പനികളുടെ ഷെയർ മാർക്കറ്റിലെ വാല്യൂ കുറയുന്നത് കണ്ടതാണ്. ഇതിനൊക്കെ അപ്പുറമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ആളുകളുടെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനിയും അവരുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, പാകിസ്ഥാൻ്റെ GHQ, അതായത് ജനറൽ ഹെഡ് ക്വാർട്ടേഴ്സ് ഡിഫൻസിൻ്റെ റാവൽപിണ്ടിയിൽ അവിടെ ഉപയോഗിക്കുന്ന കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് അതിൻ്റെ 50% ചൈനയുടേതാണെന്ന്. ആ കമ്മ്യൂണിക്കേഷൻ ഗിയേഴ്സിൻ്റെ 50% ചൈനയാണ്. ചൈനയിലെ HUWAI, അതതിൻ്റെ പേര്, ഹുവായ്, ആ കമ്പനിയാണ് ഇത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വാഭാവികമായും ചൈനയുടെ രീതി അങ്ങനെയാണ്. അവിടുത്തെ ഇപ്പോഴത്തെ ഫെയിൽഡ് മാർഷൽ ജനറൽ മുനീർ ആരോട് സംസാരിക്കുന്നു, ഏത് ഗേൾ ഫ്രണ്ടിനെ കാണുന്നു, അത് മറിയമാണോ മറ്റാരെങ്കിലും ആണോ, അവരിട്ടിരിക്കുന്ന ഡ്രസ് എന്താണ്, ഈ വിവരം മുഴുവൻ ചൈനയിലിരുന്ന് അവർക്കറിയാം. ഇത്രയും സംവിധാനം അവിടെ ഭാരതം ഹിറ്റ് ചെയ്ത ഓരോ കേന്ദ്രങ്ങളിലും ചൈനയുടെ ഉപകരണങ്ങളും സാന്നിധ്യവും ഇതെല്ലാം പുറത്ത് വന്നു കഴിയുമ്പം ചൈന ആഗ്രഹിക്കാത്തൊരു തരത്തിലേക്ക് കാര്യങ്ങൾ മാറുക. ചൈനയ്ക്ക് രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഭാരതവുമായിട്ടുള്ള വാണിജ്യ താല്പര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യാൻ ഉടനെ തയ്യാറല്ല. ഭാരതവുമായിട്ട് കാര്യമായ വാണിജ്യ ബന്ധമുണ്ട്. രണ്ട്, ലോകത്തിന് മുമ്പിൽ പേര് കളയാനും താല്പര്യമില്ല. വേണമെങ്കിൽ പറയായിരുന്നു ഞങ്ങൾ പാകിസ്ഥാൻ ഉപകരണം കൊടുത്തു, അവരെ കൈകാര്യം ചെയ്യാൻ പറ്റി. ഇതങ്ങനല്ല, കൈകാര്യം ചെയ്യാൻ ആളെയും കൊടുത്തിരുന്നു. മാത്രമോ ബാലക്കോട്ട് ഇവരുടെ 2 സെൻ്ററുണ്ട്, രഹസ്യമായ 2 സെൻ്റർ ഉണ്ടാക്കിയിരുന്നു. അത് അവിടുത്തെ വിപ്ലവകാരികൾ തല്ലിപ്പൊളിച്ച് ദൂരെ കളഞ്ഞു. അതിൻ്റെ കൃത്യമായ സ്ഥാനം പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് പോലും അറിയില്ല. ബാലക്കോട്ടിലെ ജനങ്ങൾക്ക് ഇതാരാ ഇൻഫർമേഷൻ കൊടുത്തതാരാ? ഭാരതമാണ്.
എന്ന് ഞാൻ പറയുന്നില്ല, അതെ അതെ നമുക്ക് പറയാൻ കഴിയത്തില്ല. അതൊരു സാധ്യതയുള്ള കാര്യമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ചൈനീസ് ഉപകരണങ്ങളുടെ ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും ഈ ഹുവായി എന്ന് പറയുന്ന കമ്പനിയുടെ ഓഹരിയിലും വലിയ ഇടിവുണ്ടായി. അത് അതുകൊണ്ട് മാത്രം ഇതൊരു കടലാസ് പുലിയാണ് എന്ന് ചൈനയെ പറയാൻ പറ്റുമോ? ചൈനീസ് ഉപകരണങ്ങളുടെ ഇത് മാത്രമല്ലേ അതിൽ? ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഒരു രാജ്യത്തിൻ്റെ സൈനിക ശക്തി എങ്ങനെ അളക്കാൻ കഴിയുന്നത്? അതിപ്പം ആ പോരാട്ടത്തിൽ ജയിച്ചു, ഈ പോരാട്ടത്തിൽ ജയിച്ചു, അവിടെ ആക്രമിച്ചു വിജയിച്ചു, ഇവിടെ പ്രതിരോധിച്ചു വിജയിച്ചു, അല്ലെ അവിടെ ആക്രമിച്ചു പരാജയപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ അല്ലേ? ചൈന ഇതിന് മുമ്പ് ജയിച്ചൊരു യുദ്ധത്തിൻ്റെ പേര് പറയാമോ? പങ്കെടുത്ത് ജയിച്ചൊരു യുദ്ധത്തിൻ്റെ പേര് പറയാമോ? 1962 നമ്മുടെ അനുഭവം നമുക്കുണ്ട്. അത് നമ്മുടെ മോശ അവസ്ഥ. വേറെ ചൈന ജയിച്ചൊരു യുദ്ധം ഏതാ? 1979 വിയറ്റ്നാം യുദ്ധം. ചൈന ഞാൻ ജയിച്ചെന്ന് പറഞ്ഞില്ലല്ലോ, പങ്കെടുത്തതല്ലേ പറഞ്ഞുള്ളൂ. തോറ്റ് തൊപ്പിയിട്ട് നമ്മൾ പറയത്തില്ലേ, പട്ടി ഓടുന്ന വഴിയിൽ വാല് 2 കാലിനടക്കി ഒതുക്കി വെച്ച് ഓടുന്നു എന്ന് പറഞ്ഞ പോലെ നാണം കെട്ട പരാജയമാണ് ചൈനയ്ക്ക് കൊച്ചു വിയറ്റ്നാമിന് മുമ്പിൽ നിന്നുണ്ടായത്. വിയറ്റ്നാമിനെയും അമേരിക്ക യുദ്ധമൊക്കെ എല്ലാവരും ചർച്ച ചെയ്യും, ചൈനയുടെ യുദ്ധം ചർച്ച ചെയ്യത്തില്ല. കാരണം ചൈന അവിടെ പരാജയപ്പെട്ടു, എല്ലാ അയൽക്കാർക്കും പ്രശ്നമാണ്. പക്ഷെ ഇന്നുവരെ യുദ്ധം ചെയ്തിട്ടില്ല. യുദ്ധം ചെയ്ത് അവരുടെ സൈനിക ശക്തി, ആൾ ശക്തി പ്രയോഗിച്ച് നോക്കിയിട്ടില്ല. ഉപകരണങ്ങൾ, ഇപ്പോഴീ പറഞ്ഞ ഉപകരണങ്ങൾ പ്രയോഗിച്ച് നോക്കിയതിൻ്റെ ഫലമാണ് ഇവിടെ ഈ കണ്ടതും. ഒരുപക്ഷെ ഗൾവാന് ശേഷം നമ്മൾ കൊടുത്ത രണ്ടാമത്തെ ഷോക്കായിരിക്കും. യഥാർത്ഥത്തിൽ ഗൾവാനിൽ എന്തെങ്കിലും കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അതും കൂടെ കൂട്ടി ഇപ്പോൾ കൊടുത്തു. തീർച്ചയായിട്ടും എന്നാ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ സംഭാഷണത്തിൻ്റെ ഈ ഒരു സമയത്തിൻ്റെ പരിമിതി കൊണ്ട് രണ്ടാമത്തെ പ്രശ്നത്തിലേക്ക് വരിക. അപ്പോൾ താങ്കൾ തുടക്കത്തിൽ സൂചിപ്പിച്ച ഒന്ന് ചൈനയുടെ കാര്യം, രണ്ടാമത് താങ്കൾ പറഞ്ഞത് പാകിസ്ഥാൻ്റെ കാര്യം. പാകിസ്ഥാന് ഇനിയൊരു കാലത്ത് അല്ലെങ്കിൽ ഇനിയും ഭാവിയിൽ സ്വയം ഒരു ആണവ ശക്തി എന്ന നിലയിൽ മറ്റാരെയും ബ്ലാക്ക് മെയിൽ ചെയ്യാനോ സ്വയം അങ്ങനെ പ്രഖ്യാപിക്കാനോ ഉള്ള സാധ്യതയും കൂടി ഓപ്പറേഷൻ സിന്ദൂർ ഇല്ലാതാക്കിയെന്ന് അങ്ങ് പറഞ്ഞു. അതും കൂടെ ഒരു വിശദീകരണം. ഞാൻ പറയുന്നതിന് മുമ്പ് വ്യംഗ്യം തരണ ഇൻഡയറക്ട്ലി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾ 3 കാര്യങ്ങൾ ഇനിയും വ്യക്തമാക്കി അദ്ദേഹം ലോകത്തിന്. അതായത് ടെററിസ്റ്റിൻ്റെ ആക്രമണവും പട്ടാളത്തിൻ്റെ ആക്രമണവും ഒരുപോലെ കണക്കാക്കും. തീർച്ചയായിട്ടും പ്രതികരിക്കുന്നത് ഞങ്ങളുടെ സമയം, ഞങ്ങളുടെ സൗകര്യം ആണെന്നും പറഞ്ഞു. ആ കൂടെ ഒരു കാര്യം കൂടി പറഞ്ഞു, ആണവശക്തിയാണെന്നുള്ള നിങ്ങളുടെ ഭീഷണിക്ക് ഇനിയും ഞങ്ങൾ വില കൊടുക്കില്ല എന്ന്. തീർച്ചയായിട്ടും അതിനെയാണ് ആദ്യം അദ്ദേഹം മുന്നിൽ വെച്ചെന്ന് ഞാൻ പറഞ്ഞ ആ കുറച്ച് സമയം കൊണ്ട് വലിയ ലക്ഷ്യമെന്ന് പറഞ്ഞതും. പിന്നെ ഇദ്ദേഹത്തിൻ്റെ പേര് ടോം കൂപ്പറുടെ ഇദ്ദേഹത്തിൻ്റെ നിരീക്ഷണത്തും കൂട്ടി വായിക്കേണ്ടത്. ഇനി നമ്മൾ നോക്കേണ്ട കാര്യം ആണവ കേന്ദ്രത്തിൻ്റെ കാര്യത്തിൽ ഭാരതം എന്താണ് ചെയ്യുന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇത് പറയുമ്പോഴത്തേക്ക് ആളുകൾക്ക് പലർക്കും ഒരു ചോദ്യം ഉണ്ടാവും. പ്രത്യേകിച്ചും നമ്മുടെ ഈ കിരോണ ഹിൽസിൽ ഭാരതം അത് അവരുടെ ന്യൂക്ലിയർ സംഭരണിയുടെ എക്സിറ്റും എൻട്രൻസും രണ്ടും ആണ് നമ്മൾ ഹിറ്റ് ചെയ്തിരിക്കുന്നത്. ആ സർഗോദ എയർപോർട്ടിന് അടുത്തായിട്ടുള്ളത്. അങ്ങനെ ചെയ്തെന്ന് പറയുമ്പം പ്രധാനമായി ചോദിക്കുന്ന ചോദ്യം, അങ്ങനെ ന്യൂക്ലിയർ സംഭരണ കേന്ദ്രങ്ങളെ, ന്യൂക്ലിയർ ആയുധ സംഭരണ കേന്ദ്രങ്ങളെ ഭാരതം ആക്രമിച്ചതായിട്ട് ഭാരതം അവകാശപ്പെടുന്നില്ലല്ലോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്തതായിട്ട് പാകിസ്ഥാൻ പരാതിയും പറയുന്നില്ല എന്നാണ് രണ്ടാമത്തെ കാര്യം. ഇവിടെ ഒരു കാര്യം ഓർക്കണം, യുദ്ധത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും നമ്മൾ പ്ലോസിബിൾ ഡിനയൽ എന്നൊരു സംവിധാനം ഉപയോഗിക്കാറുണ്ട്. ഈ പ്ലോസിബിൾ ഡിനയൽ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, രാജേഷിയുടെ മുറിയിലേക്ക് ഞാൻ കയറി വരുമ്പം രാജേഷ് ഞാൻ വരുന്നുണ്ടെന്ന് ദൂരെ നിന്ന് കാണുന്നുണ്ട്. എന്നോട് അത്ര താല്പര്യമില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ വെറുതെ വാതിക്കൽ നിന്നെ കാണാത്ത മട്ടില്ല ഡോറൊന്ന് അടച്ചേക്കുക. ഡോർ അടയ്ക്കുമ്പോൾ എൻ്റെ മൂക്കിന് വന്ന് കൊള്ളും. അയ്യോ സാറിൻ്റെ മൂക്കിനെ അടിച്ചല്ലോ എന്ന് പറഞ്ഞ് ഡിനേ ചെയ്യാം, അറിഞ്ഞുകൊണ്ടല്ലെന്ന്. 2 പേർക്കും അറിയാം ഇത് ബോധപൂർവമാണ് എന്ന് പറഞ്ഞ പോലെയാണ് ഇതിന് സംഭവിച്ചിരിക്കുന്നത്. കാരണം ലോകത്ത് ആണവ രാജ്യങ്ങൾക്ക് എല്ലാം ബാധകമായ ചില ധാരണകളുണ്ട്, ട്രീറ്റുകളുണ്ട്. ഭാരതവും പാകിസ്ഥാനുമായിട്ട് പ്രത്യേക ട്രീറ്റിയുണ്ട്. അതെന്താന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങൾ എവിടെയൊക്കെയാണെന്നുള്ള കൃത്യമായ സ്ഥലം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയിക്കണം.
കൃത്യം. അറിയിച്ചു കഴിഞ്ഞാൽ അത് അവിടെ ആക്രമണമൊന്നും ചെയ്യത്തില്ല. കാരണം ചെയ്തു കഴിഞ്ഞാൽ ആണവ വികിരണം പോലെ അപകടമുണ്ടാകും. അതുകൊണ്ട് ഈ പാകിസ്ഥാൻ കാണിക്കുന്ന എന്നും രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും ഞങ്ങൾ ആണവരാജ്യമെന്നൊന്നും അമേരിക്കയോ ചൈനയോ നമ്മൾ ഈ സംഘർഷം ഉണ്ടായപ്പോൾ പോലും ആ വിഷയം പറഞ്ഞു. നമ്മളും പറഞ്ഞില്ല. വേണ്ട, റഷ്യ ഉക്രൈൻ, അതെ, അവരുടെ ഈ സാധനം ഇല്ലാച്ചിട്ടാണ് ഇത്രയും കാലമായിട്ടും യുദ്ധം നടക്കുന്നത്. യുക്രൈനിലോട്ട് ആണവ കരുതിയിട്ടില്ലല്ലോ. ഇല്ല ഇല്ല, അത് റെസ്പോൺസിബിലിറ്റിയുള്ള ഒരു രാജ്യവും ചെയ്യത്തില്ല. അത് ആവർത്തിക്കുന്ന ഈ പാകിസ്ഥാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് പാകിസ്ഥാനിലുള്ള ഈ കാര്യം അത് നിഷ്ഫലമാകണം, പ്രയോജനരഹിതമാകണമെന്ന് ലോകം മുഴുവൻ ആഗ്രഹിക്കുന്നു. അങ്ങ് പറഞ്ഞു വന്ന ഒരു കാര്യം പൂർത്തിയാക്കില്ല. അതായത് ഈ ലിസ്റ്റിൽ ഈ കിരാന ഹിൽസ് ഇല്ല എന്നാണോ പറയുന്നത്? ഇല്ലെന്നുള്ളത് വ്യക്തമാണ്. കാരണം ഇത് നമ്മുടെ പാകിസ്ഥാൻ ഭാരതത്തിന് ആണവ കേന്ദ്രങ്ങളെന്ന് പറഞ്ഞു കൊടുത്ത ലിസ്റ്റിൽ കിരാന ഹിൽസ് ഇല്ല. അത് കൊടുത്ത ഡേറ്റും പറയാം. 2001 ജനുവരി 1 അങ്ങോട്ടും ഇങ്ങോട്ടും ലിസ്റ്റ് കൈമാറിയിട്ടുണ്ട്. ആ കൈമാറിയതിനകത്ത് ഇല്ലെന്നോ ഉണ്ടെന്നോ എനിക്ക് പറയാൻ പറ്റില്ല, ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ്. കാരണം അതുകൊണ്ടാണ് നമ്മുടെ വ്യോമസേനയുടെ പ്രതിനിധി, എനിക്കൊന്ന് ഭാരതി എന്ന ഓഫീസറുടെ പേരുന്നു, അദ്ദേഹം ഒരു കാര്യം ഈ ചർച്ച നടക്കുമ്പോഴത്തേക്ക് പത്രക്കാരൻ ചോദിച്ചു, കിരോണയിൽ ഇതുപോലെ ആ കിരോണയിൽ ന്യൂക്ലിയർ സംഗതികളുണ്ടോ? നിങ്ങൾക്കറിയായിരിക്കും, ഞങ്ങൾക്കറിയത്തില്ലെന്നാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും ആ കൗതുകകരമായ പരിഹാസ രൂപേണയുള്ള മറുപടിക്കകത്തെല്ലാം ഉണ്ട്. ഇനി പാകിസ്ഥാനൊട്ട് പരാതിപ്പെടാനും പറ്റത്തില്ല. പാകിസ്ഥാനും പരാതിപ്പെടാൻ പറ്റത്തില്ല, ചൈനയ്ക്കും പറയാൻ പറ്റില്ല. ഇനി എല്ലാം കഴിഞ്ഞ് വേറൊരു കാര്യം, നമ്മൾ ഈ സാഹചര്യം എടുത്തു കഴിഞ്ഞാൽ അവിടെ അടുത്ത കാര്യം എന്ന് പറയുന്നത്, അവിടേക്ക് അന്നേരം അമേരിക്കയിൽ നിന്ന് ആ ഒരു അന്വേഷണത്തിൽ വിമാനം വന്നത് എല്ലാവരും അറിയുന്നതാണല്ലോ. എന്താ US 350 എന്നാണ്. അതുപോലെ എമർജൻസി എയർക്രാഫ്റ്റ് വന്നു. അതുപോലെ ഈജിപ്തിൽ നിന്ന് വന്നു. ഇതിനൊക്കെ പുറമെ അപ്രതീക്ഷിതമായിട്ട് അവിടെ 2-3 ഭൂകമ്പങ്ങളുണ്ടായി. അതെ അതെ. ഇനി അതൊക്കെ കൂടാതെ വേറൊരു കാര്യം കൂടെ, ഈ കിരോണിമൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആണവ കേന്ദ്രം ആണോ എന്ന് ഇനി ആർക്കൊരു സംശയം ഉണ്ടെങ്കിൽ കിരോണ ഹിൽസ് 1, കിരോണ ഹിൽസ് 2, കിരോണ ഹിൽസ് 3 എന്നൊക്കെ പറഞ്ഞ് പല ഓപ്പറേഷൻ അവിടെ നേരത്തെ നടന്നിട്ടുണ്ട്. അതെ 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 അതെ. അങ്ങനെ ആ കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല. അങ്ങനെ പറയുമ്പം ഈ കാര്യത്തിനകത്ത് പിന്നെ വേറൊന്ന്, അവിടുന്ന് ആളുകളെ ഇവാക്യുവേറ്റ് ചെയ്തതിൻ്റെ വാർത്തയും വന്നല്ലോ. തീർച്ചയായിട്ടും 100 കിലോമീറ്ററിൻ്റെ ചുറ്റളവിൽ ഇവാക്യുവേറ്റ് ചെയ്യുന്ന വാർത്തയും വന്നല്ലോ. അതെ അതെ. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ എൻട്രി പോയിന്റിലും എക്സിറ്റ് പോയിന്റിലും ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അതിനപ്പുറമായിട്ട് കാര്യങ്ങൾ പോയിട്ടില്ല. അതായത് ന്യൂക്ലിയർ വികിരണം, ആണവ വികിരണം ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. അത് പോകാതെ ഉള്ള ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല, പാകിസ്ഥാന് സത്യസന്ധമായിട്ടല്ല ഈ ആണവ കരാറുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ഉടമ്പടികളിലും നടപടികളിലും എടുക്കുന്നതെന്നുള്ളതും ലോകത്തിന് ഇപ്പോൾ ബോധ്യം. ഞാനൊക്കെ കൂടുതൽ വേറെ കാര്യങ്ങൾ, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുന്നുണ്ട്. ഇത് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിട്ടും പിന്നീട് ഒരു റിട്ടാലിയേഷൻ ഉണ്ടായില്ലല്ലോ അവരുടെ ഭാഗത്തുനിന്ന്. ആ ഭാഗം കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. അതായത് ഇപ്പോൾ നമ്മൾ ഈ 2 കാര്യം പറഞ്ഞു, ഇത് വളരെ കറക്റ്റാണ്, വ്യക്തമാണ്. ഈ വെടിനിർത്തലിനെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്ത് തന്നെ പല ആൾക്കാരുടെ ഒരു വിമർശനം ഉണ്ടായ ഒരു വിഷയം അതാണ്. പെട്ടെന്ന് എന്തുകൊണ്ട് ഭാരതം വെടിനിർത്തി? അമേരിക്ക പറഞ്ഞ് പേടിപ്പിച്ചിട്ട്, അല്ലെങ്കിൽ അമേരിക്കയുടെ വാക്ക് കേട്ട് അവസാനിപ്പിക്കേണ്ടതായിരുന്നോ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ? ഒറ്റനോട്ടത്തിൽ നോക്കുമ്പോൾ ന്യായമായ ഒരു, നമ്മൾ ജയിച്ചുകൊണ്ടിരുന്ന, നമ്മൾ അതിശക്തമായി ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയായിരുന്നു. അതെന്തുകൊണ്ടായിരിക്കും എന്നാണ് താങ്കൾക്ക്? ആദ്യ ഉത്തരവെന്ന് പറയുന്നത്, ഭാരതം ഒരു യുദ്ധം ആഗ്രഹിക്കുന്ന രാജ്യമല്ല എന്നുള്ളതാണ്. സ്വാഭാവികമായും ഒരു ആക്രമണം ഇങ്ങോട്ടുണ്ടായി പഹൽഗാമിലെ, അതിനുള്ള മറുപടി കൊടുത്തു. അവിടെ അവസാനിപ്പിക്കാൻ തയ്യാറായിരുന്നു. പിന്നീട് വളർത്തിയത് പാകിസ്ഥാനും നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. പിന്നെ വരുന്നൊരു സ്റ്റേജ് എന്ന് പറയുന്നത്, ഇത് നമ്മുടെ മുന്നോട്ടുള്ള പോക്കിനും സാമ്പത്തിക വളർച്ചയ്ക്കുമൊക്കെ വീണ്ടും ഒരു ഫുൾ ഫ്ലഡ്ജ് വാർ എന്ന് പറയുന്നത് അത് ദോഷകരമാകുന്നുള്ള സാഹചര്യവും നിൽക്കുന്നുണ്ട്. ആ സമയത്താണ് പാകിസ്ഥാൻ നിലവിളിച്ചുകൊണ്ട് രാവിലെ 10 മണി തൊട്ട് വിളിക്കുകയാണ്. 3:30 വിളിക്കാൻ പറ്റുന്നത്. DGMO വിളിച്ചിട്ട്, പാകിസ്ഥാൻ്റെ DGMO നമ്മുടെ DGMO വിളിച്ചിട്ട് ഈ കാര്യം തൽക്കാലത്തേക്ക് ഒന്ന് തീർത്തു തരണമെന്ന് ആവശ്യപ്പെടുന്നത്. ആ സാഹചര്യം
പാകിസ്ഥാൻ്റെ താണ് വീണുകയാണ് നടത്തിയ അപേക്ഷ ഭാരതം എന്തുകൊണ്ട് സ്വീകരിച്ചു എന്ന് പറയുന്നതിന് മുമ്പായിട്ട് അതിന് അമേരിക്ക പ്രേരിപ്പിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു, ശരിയാണ് എന്നൊക്കെ പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം. ഇന്നത്തെ യുദ്ധകാല പരിതസ്ഥിതിയിൽ, ഇന്നത്തെ ലോകത്ത് എവിടെ നടക്കുന്നതിലും വേറെ ഒരു രാജ്യവും ഒരഭിപ്രായവും പറയേണ്ടെന്ന് പറഞ്ഞാൽ നടക്കത്തൊന്നുമില്ല. തന്നെയല്ല, പാകിസ്ഥാനെ സഹായിക്കാൻ വേണ്ടി ചൈന 115 സാറ്റലൈറ്റുകളെ ഉപയോഗിച്ചുകൊണ്ട് ഭാരതത്തിൻ്റെ ഓരോ നീക്കവും ഒപ്പിക്കൊടുത്തപ്പം അമേരിക്കയുടെയും ഫ്രാൻസിൻ്റെയൊക്കെ സാറ്റലൈറ്റുകൾ നമ്മളെയും സഹായിച്ചിട്ടുണ്ടെന്നുള്ള വാർത്തകൾ ഇപ്പോൾ വരുന്നുണ്ട്. മാത്രമല്ല, മറ്റു പല രാജ്യങ്ങളും, ഇസ്രായേൽ ഉൾപ്പെടെ പല രാജ്യങ്ങളും ഭാരതത്തിന് വേണ്ട സഹായം ചെയ്തിരിക്കും. അതൊക്കെ ഉള്ള സാഹചര്യത്തിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒത്തുതീർപ്പിന് ഒരാൾ ഇങ്ങനെ ആവശ്യപ്പെടുന്നുണ്ട്. യുദ്ധത്തിൽ പരാജയപ്പെട്ട, യുദ്ധം എന്ന് പറയുന്നത് പോരാട്ടത്തിൽ പരാജയപ്പെട്ട, തകർന്നു പോകുന്നൊരു രാജ്യം ഒരു സഹായവുമായിട്ട് ഒരു സീസ് ഫയർ അല്ലെങ്കിൽ വെടിനിർത്തലിന് വേണ്ടി അപേക്ഷിക്കാൻ വരുന്നു എന്ന് പറയുമ്പം അത് വേണ്ടെന്ന് പറയാൻ മാത്രമുള്ള ധിക്കാരം ഭാരതം കാണിക്കേണ്ട കാര്യമേ ഇല്ലായിരുന്നു. ഒന്ന്. രണ്ടാമത്, ട്രംപ് അത് അഡ്വാൻസായിട്ട് പറഞ്ഞതിന് ശരിയാണ്. ട്രംപ് ഭാരതമോ പാകിസ്ഥാനോ പറയുന്നതിന് മുമ്പ് അങ്ങനെ പറയേണ്ട കാര്യമില്ലായിരുന്നു. അതെ അതെ. പക്ഷെ അതേ സമയത്ത് തന്നെ വേറൊരു കാര്യമുണ്ട്. നമ്മൾ സാധാരണ വ്യക്തിപരമായ സംഘടന, നീ അവന് കൊടുക്കാനുള്ളത് കൊടുത്തില്ലേ, അവൻ്റെ അടിച്ചില്ലേ, ചോര വീഴുന്നത് കാണാൻ വയ്യേ, അതൊക്കെ നിർത്തിക്കൂടെ എന്നൊരാൾ ചോദിച്ചാലും അതിന് വലിയ അപകടകരമായിട്ട് കാണേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ പേരിൽ ഭാരതവും അമേരിക്കയും തമ്മിൽ, അല്ലെങ്കിൽ ട്രംപും മോദിയും തമ്മിലുള്ള ബന്ധം വഷളാകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും വഷളാകുമെന്ന് പ്രതീക്ഷിക്കുന്നവർക്കും അവർക്കൊക്കെ എനിക്ക് തോന്നുന്നത് അധികം കാലം ഈ പ്രതീക്ഷയോ ആഗ്രഹമോ വെച്ച് പുലർത്താൻ പറ്റില്ല. തീർച്ചയായിട്ടും. കാരണം ആ ക്വാഡിൻ്റെ സമ്മേളനം അമേരിക്കയും ജപ്പാനും ഭാരതവും ഓസ്ട്രേലിയയും ചേർന്നുള്ള ആ 4 രാജ്യങ്ങൾ ഇൻഡോ പസഫിക് മേഖലയിൽ ചൈനയുടെ അതിക്രമത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള ആ കൂട്ടായ്മയുടെ അടുത്ത സമ്മേളനം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ സെപ്റ്റംബറിലാണ് നടക്കുന്നത്. അതെ. അപ്പോൾ ഈ 3-4 മാസത്തിനുള്ളിലായിട്ട് ആ പ്രശ്നമൊക്കെ അങ്ങ് തീരും. അതെ. പിന്നെ ഇതിനിടയ്ക്ക് വേറൊരു ചോദ്യം കൂടെ ചോദിക്കുന്നുണ്ട്. ആ ക്വാഡിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അതിവിടെ പറഞ്ഞു വേണം നിർത്തുന്നത്. അത് മറ്റൊന്നുമല്ല, ഈ ക്വാഡിലെ രാജ്യങ്ങളൊന്നും ഈ സംഘർഷത്തിന് ഭാരതത്തെ സഹായിക്കാൻ വന്നില്ലെന്നുള്ളതാണ്. അതിൻ്റെ ഉത്തരം സ്പഷ്ടമാണ്. ഈ ക്വാഡെന്ന് പറയുന്ന ഒരു സൈനിക ഉടമ്പടിയൊന്നുമല്ല. അല്ല. അങ്ങനെ പറയുമ്പോൾ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്വാഡിൻ്റെ പേര് നമ്മൾ ഉക്രൈനും റഷ്യയും കൂടെ ആക്രമിച്ചപ്പോൾ ഉക്രൈൻ്റെ കൂടെ പോയി നിൽക്കണ്ടേ? തീർച്ചയായിട്ടും. ക്വാഡിന് അങ്ങനെ നിലപാടൊന്നുമില്ല. എന്തായാലും ഞാൻ പറയാൻ വരുന്നത്, ചൈനയാണ് ഈ പോരാട്ടത്തിൻ്റെ സാഹചര്യം ഉണ്ടാക്കിയത്. ചൈനയുടെ മുഖമാണ് ഈ യുദ്ധ താൽക്കാലിക വിരാമം കൊണ്ട് രക്ഷിക്കപ്പെട്ടത്, പാകിസ്ഥാനെക്കാട്ടി കൂടുതലായിട്ട്. വളരെ പ്രധാനപ്പെട്ട. അതുകൊണ്ട് ചൈന ഇനിയും ഒരതിക്രമത്തിന് ആലോചിക്കുകയാണെങ്കിൽ പോലും അതിനെ വളരെ കൂടുതൽ അന്വേഷിച്ചും ആലോചിച്ചും, ഒപ്പം തന്നെ അവരുടെ യുദ്ധോപകരണ രംഗത്തെ അവരുടെ ഉൽപ്പാദന ശേഷിയും അവരുടെ ഉൽപ്പാദനങ്ങളുടെ മികവും ആത്മനിർഭര ഭാരതത്തിൻ്റെ വളർച്ചയുമായിട്ട് താരതമ്യം ചെയ്തിട്ടേ പോകുള്ളൂ. പാകിസ്ഥാനാണെങ്കിൽ സാമ്പത്തികമായി തകർന്നിരിക്കുന്ന സാഹചര്യം, ഭാരതത്തിന് ഇന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 3 ട്രില്യനാണ് കൊടുക്കുന്നത്, 2.96 ലക്ഷം കോടി ഇന്ന് നമ്മൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊടുക്കുന്നതിന് വാർത്ത വന്നിട്ടുണ്ട്. അതുകൊണ്ട് പാകിസ്ഥാൻ ഭാരതത്തോട് വെല്ലുവിളിക്കാറായിട്ടില്ല. കൂടെ നിൽക്കുന്ന ചൈനയ്ക്ക് കിട്ടേണ്ടത് കിട്ടിയതോടുകൂടി അവരും തൽക്കാലം തടങ്ങും. പിന്നെ അമേരിക്കയുമായിട്ടുള്ള കാര്യം അത് താമസിയാതെ തന്നെ അതിനും പരിഹാരമുണ്ടായിക്കൊള്ളും. തീർച്ചയായിട്ടും. വളരെയധികം നന്ദി ശ്രീ രാജശേഖരൻജി. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം പഹൽഗാം ആക്രമണത്തിന് ശേഷം ഭാരതം പാകിസ്ഥാനെതിരെ എടുത്ത നടപടി അത് യഥാർത്ഥത്തിൽ പാകിസ്ഥാനെതിരെയാണെങ്കിലും ലക്ഷ്യം പാകിസ്ഥാനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരുന്നില്ല എന്നാണ് ഇന്നത്തെ ഈ സംഭാഷണവും തെളിയിക്കുന്നത്. പാകിസ്ഥാൻ എന്ന തെമ്മാടി രാജ്യത്തിന് പിന്നിൽ നിന്ന് ഭാരതത്തിനെതിരെ കളിക്കുന്ന ലോകശക്തികൾക്കും അതേപോലെ ലോബികൾക്കും എതിരെയുള്ള
കൃത്യമായ സന്ദേശം കൂടിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. മറ്റൊരു വിഷയവുമായി സീക്കിംഗ് ദ ട്രൂത്തിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.